ഒരു മനുഷ്യൻ എന്തൊക്കെ ഒരു ദിവസം കഴിക്കാമെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാം. തൽക്കാലം നമുക്ക് ഉച്ച മുതൽ തുടങ്ങാം. നല്ലൊരു അടിപൊളി ബിരിയാണിയും കഴിച്ചിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ട്. നമുക്ക് പിന്നെ പെണ്ണില്ലാത്തതുകൊണ്ട് നമ്മളൊരു കപ്പലിനെ വാങ്ങിച്ച് കുറച്ച് പിന്നെ ഐസ്ക്രീമിന്റെ ആളല്ലാത്തതുകൊണ്ട് മാറി. ഇപ്പൊ ഈ കാണിക്കുന്ന സന്തോഷം വേറെ മഴ ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയതിന്റെ സന്തോഷം. പിന്നെ തണുപ്പിന്റെ ആളല്ലാത്തത് നമ്മുടെ സെക്ഷൻ ഇതൊക്കെയാണ്. അങ്ങനെ ഒരു കാന്താരി മുട്ടയിൽ തുടങ്ങി വാഴക്കപ്പത്തിൽ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. വെറുതെ ഇതൊക്കെ പറഞ്ഞാൽ പോരല്ലോ, നമ്മൾ കഴിക്കണം നിങ്ങളും കാണാം. കാന്താരി മുട്ടയ്ക്ക് അധികം എരിയില്ലാത്തതുകൊണ്ട് മിനറൽ വാട്ടറിൽ ഒതുക്കി അവിടെ ഒതുങ്ങിയില്ല. അങ്ങനെ ഒരു കട്ട്ലറ്റും കൂടെ കഴിച്ചു. കുട്ടത്ത് അവിൽ മിൽക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. വൺ തിങ് എനിക്കറിയില്ല വേറെ ഏതെങ്കിലും സ്പോട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ ഒരു കാര്യം, ഇവിടുന്ന് അവിൽ മിൽക്ക് കുടിച്ചതിന് ശേഷം ഞാൻ അതിന്റെ ഫാനായി. പിന്നെ പാഴ്സലിന്റെ ആളാണ്. പാഴ്സൽ അടിച്ചു കാറി കൊണ്ട് വെച്ചിരുന്നു. നീളെ തിന്നതല്ലേന്ന് വിചാരിച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ലുലു വന്നു. അവിടെ നിന്ന് നേരെ ഉപ്പേരിയിൽ ബ്രൗണി ചോക്ലേറ്റിൽ മുക്കി എടുത്ത് പിന്നെ പി മേടിച്ച്, അതായത് പൈനാപ്പിളും പേരയ്ക്ക് നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി. അത് വിദഗ്ധമായ ഒരു സീറ്റ് ഒപ്പിച്ച് ബ്രൗണിയിൽ തുടങ്ങി. മേമു കഴിക്കുന്നത് മാത്രമല്ല ഞാനും കഴിക്കണതുണ്ട്. അങ്ങനെ തുടങ്ങാല്ലേ. ബ്രൗണിയിൽ തുടങ്ങി പൈനാപ്പിൾ വഴി നേരെ പേരയ്ക്കില്ല. പേരയ്ക്കൊക്കെ എത്ര ഒരു ടേസ്റ്റ് പോരാഞ്ഞിട്ട് ഞാൻ കുറച്ച് മുളവെടുത്ത് കടിച്ചു. പിന്നെ പറയണ്ടല്ലോ, ശുഭം. എരി എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു സത്യം. മുളവിന് വരെ പഞ്ചസാരയുടെ ടേസ്റ്റ്. അങ്ങനെ കുറച്ച് ഗ്രേപ്പ് ജ്യൂസും കുടിച്ച് അവിടെ നേരെ വിട്ടത് ഹലായിസിൽ. ആദ്യം തന്നെ ഒരു അടിപൊളി ഹോട്ട് വെജിറ്റബിൾസ്. നല്ല കുട്ടി ആയതുകൊണ്ട് ചപ്പാത്തി ഷവായി പറഞ്ഞപ്പോൾ അൽഫാം. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു ബാലൻസ് എന്ന സൂപ്പിൽ കുറച്ച് ചിക്കനും കൂടി ഇട്ട് ചിക്കൻ സൂപ്പാക്കി കുടിച്ചു. അപ്പൊ ഇന്നിത്രയുള്ളൂ. ബാ.